നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തിനിടെ തർക്കം. തമിഴ്നാട്ടിലെ കമ്പത്ത് ജോലിക്കെത്തിയ തൃശൂർ സ്വദേശിയായ തൊഴിലാളിയെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ദേശീയപാത ചാലക്കുടി കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് വീണ് അപകടം. ഗുരുവായൂരിൽ തെരുവുനായ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നതായി പരാതി. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ജനപക്ഷ വികസന മുന്നേറ്റ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ പാലസ് റോഡിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ 5 യുവമോർച്ച പ്രവർത്തകരെയും 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശബരിമല വിഷയത്തിൽ പ്രതിഷേധിക്കാനെത്തിയ യുവമോർച്ച, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കസ്റ്റഡിയിലായത്. മദ്യപാനത്തിനിടെ തർക്കം. തമിഴ്നാട്ടിലെ കമ്പത്ത് ജോലിക്കെത്തിയ തൃശൂർ സ്വദേശിയായ തൊഴിലാളിയെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തി. 44-കാരനായ തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. തമിഴ്നാട്ടിലെ കമ്പത്തുള്ള സ്വകാര്യ ലോഡ്ജിൽ വച്ചാണ് സംഭവം. കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശിയായ മുഹമ്മദ് റാഫി ഗ്രില്ലുകൾ ഉണ്ടാക്കുന്ന ജോലി ചെയ്യുന്നയാളാണ്. മുൻപ് കേരളത്തിൽ റാഫിയോടൊപ്പം ജോലി ചെയ്തിരുന്ന കമ്പം സ്വദേശിയായ ശരവണൻ ഇപ്പോൾ കമ്പത്ത് സ്വന്തമായി വർക്ക്ഷോപ്പ് നടത്തുകയാണ്. ഇവിടെ ജോലിക്കായി ശരവണൻ വിളിച്ചതിനെ തുടർന്നാണ് റാഫി എത്തിയത്. സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചു വരവെ മുറിയിൽ താമസിച്ചിരുന്ന ഗൂഡല്ലൂർ MGR കോളനിയിലെ ഉദയകുമാറുമൊത്ത് മദ്യപിച്ചു. മദ്യപാനത്തിനിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിൽ പ്രകോപിതനായ ഉദയകുമാർ ജോലിക്ക് ഉപയോഗിക്കുന്ന ചുറ്റികയെടുത്ത് മുഹമ്മദ് റാഫിയുടെ നെഞ്ചിൽ അടിക്കുകയായിരുന്നു. ദേശീയപാത ചാലക്കുടി കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് വീണ് അപകടം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 45ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂരിൽ തെരുവുനായ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. വീട്ടുമുറ്റത്ത് ജോലി എടുക്കുന്നതിനിടെയാണ് 52 വയസ്സുള്ള വഹീദ എന്ന വീട്ടമ്മയെ നായ ആക്രമിച്ചത്. നായയുടെ കടിയേറ്റ് വഹീദയുടെ ഇടത് ചെവിയുടെ ഒരു ഭാഗം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വഹീദ വീട്ടുമുറ്റത്ത് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം പിന്നിലൂടെ ഓടിവന്ന തെരുവനായ പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. നായ പെട്ടെന്നുണ്ടായ ആക്രമണമായതിനാൽ പ്രതിരോധിക്കാൻ വീട്ടമ്മയ്ക്ക് സാധിച്ചില്ല. വഹീദയെ ഉടൻ തന്നെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. എന്നാൽ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ മേഖലയിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായ 3ാമത്തെയാളാണ് വഹീദ. വൈകുന്നേരം മാത്രം 3 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയെ തെരുവുനായ ആക്രമിച്ചിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നു. യന്ത്ര സംവിധാനം ഉപയോഗിച്ചാണ് മണൽ ഖനനം. ഇത് സംബന്ധിച്ച് യാതൊരു കണക്കും അധികൃതരുടെ കൈവശമില്ല. കാഞ്ഞിരപ്പുഴയിൽ BP തുരുത്തിന് സമീപവും കനോലി കനാലിൽ 2 ഇടങ്ങളിലുമാണ് മണൽ ഊറ്റുന്നത്.
ഡ്രഡ്ജർ ഉപയോഗിച്ച് ഖനനം ചെയ്യുന്ന മണൽ വലിയ പൈപ്പിലൂടെ കരയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ദിവസവും 100 കണക്കിന് ടൺ മണലാണ് പുഴയിൽ നിന്നും എടുക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരം ഇറിഗേഷൻ വകുപ്പിനാണ് മണൽ ഖനനത്തിന്റെ നിയന്ത്രണ ചുമതല. എന്നാൽ എത്ര ടൺ മണൽ ഖനനം ചെയ്യാൻ അനുമതിയുണ്ടെന്നോ ഇതുവരെ എത്ര മണൽ ഖനനം ചെയ്തെന്നോ അധികൃതർക്ക് ധാരണയില്ല. എന്നാൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ സ്വകാര്യ കരാറുകാർ അനിയന്ത്രിതമായി മണലെടുക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണ്. മണൽ കയറ്റിയ കൂറ്റൻ ലോറികൾ പാഞ്ഞു പോകുന്നത് മൂലം ഗ്രാമീണ റോഡുകൾ തകർന്നടിഞ്ഞു. ഇതൊന്നും നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് LDF ഭരണ തുടർച്ചയ്ക്കായി എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ജനപക്ഷ വികസന മുന്നേറ്റ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. പാലപ്പിള്ളിയിൽ നടന്ന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, വൈസ് ക്യാപ്റ്റൻ PM നിക്സൺ, മാനേജർ ഷീല ജോർജ് എന്നിവർ പതാക ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് MA ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK ഗോപി, VK വിനീഷ്, VR സുരേഷ്, പാലപ്പിള്ളി ലോക്കൽ സെക്രട്ടറി KK രവി എന്നിവർ സംസാരിച്ചു. പുലിക്കണ്ണിയിൽ നിന്ന് ആരംഭിച്ച ജാഥ വൈകിട്ട് വെള്ളിക്കുളങ്ങരയിൽ സമാപിക്കും. ഞായറാഴ്ച രാവിലെ 3 മുറിയിൽ നിന്ന് ആരംഭിച്ച് തൊട്ടിപ്പാളിൽ സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കൂടി ഗ്രാമിന് 11,390 രൂപ, പവന് 91,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തിനിടെ തർക്കം. തമിഴ്നാട്ടിലെ കമ്പത്ത് ജോലിക്കെത്തിയ തൃശൂർ സ്വദേശിയായ തൊഴിലാളിയെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ദേശീയപാത ചാലക്കുടി കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് വീണ് അപകടം. ഗുരുവായൂരിൽ തെരുവനായ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നതായി പരാതി. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ജനപക്ഷ വികസന മുന്നേറ്റ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.